my dear children. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററുമായിട്ടാണ് വരുന്നത്. അതായത് നമ്മുടെ പുതിയ ചാപ്റ്ററിന്റെ പേരാണ് വർക്ക്, എനർജി ആൻഡ് പവർ. നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ ഗ്രാവിറ്റേഷനെ പറ്റിയായിരുന്നു പഠിച്ചത്. സോ ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. സോ യു ഓൾ ആർ ഫെമിലിയർ വിത്ത് ദ ടേം വർക്ക് അല്ലേ? നിങ്ങൾക്ക് എല്ലാവരും സുപരിചിതമായ ഒരു ടേമാണ് വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ നല്ലതുപോലെ പഠിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ പറയും, അല്ലെങ്കിൽ നല്ലപോലെ പഠിക്കുന്ന അല്ലെങ്കിൽ നല്ലപോലെ ജോലി ചെയ്യുന്ന ഒരാളെ പറ്റി നമ്മൾ പറയാറുണ്ട് ഷീ ഈസ് ഹാർഡ് വർക്കിംഗ് അല്ലേ, അല്ലെങ്കിൽ ഹീ ഈസ് ഹാർഡ് വർക്കിംഗ് എന്ന് പറയാറുണ്ട്. സോ അവിടെ ഒരു ടേം വന്നിട്ടുണ്ട് വർക്ക് അല്ലേ. അതുകൂടാതെ എന്തെങ്കിലും നമ്മൾ പറയുക, നിങ്ങൾക്ക് ഇന്ന് കുറച്ച് ഞാൻ വർക്ക് തരാം എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. അല്ലെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയും, നിങ്ങൾക്ക് ഇന്ന് കുറച്ച് വർക്ക് തരുന്നുണ്ട് എന്ന് പറയും. സോ അവിടെയെല്ലാം നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ് വർക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് വർക്ക്. സാർ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് ഇഫ് യു ഹാർഡ് വർക്ക് യു വിൽ സക്സീഡ് അല്ലേ. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുമെങ്കിൽ നിങ്ങൾ വിജയിക്കൂ എന്ന് പറയാറുണ്ട്. അതൊരു ട്രൂ ഫാക്റ്റ് ആണ് കേട്ടോ. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ വിജയിക്കത്തുള്ളൂ ജീവിതത്തിൽ. സോ നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന ടേം വർക്ക് എന്ന് പറയുന്നത് അതിൽ നിന്നും കുറച്ച് വ്യത്യാസപ്പെട്ടതാണ്. സോ സയന്റിഫിക്കലി വാട്ട് ഈസ് വർക്ക് എന്നുള്ളതാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ എന്താണ് വർക്ക് എന്നുള്ളത് നമുക്ക് നോക്കാം. സപ്പോസ് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. ആ എക്സാമ്പിൾസിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് വർക്ക്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ വർക്ക് ചെയ്തു എന്ന് പറയുന്നതാണ്. സപ്പോസ് ഞാനിപ്പം ഒരു നല്ല വെയിറ്റ് ഉള്ള ഒരു 15 കിലോഗ്രാം ഭാരം എടുക്കുകയാണ്. ആ ഭാരം എടുത്ത് എൻ്റെ തലയിൽ വെച്ച് ഞാനിങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ്. അനങ്ങാതെ നിന്ന് കഴിഞ്ഞാലും കുറച്ചു നേരം കഴിയുമ്പോൾ എനിക്ക് എന്ത് സംഭവിക്കും? ഞാൻ ടയേർഡാവും അല്ലേ. ഞാൻ ടയേർഡായി. ഞാനപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ പറയും. പക്ഷേ ആക്ച്വലി ഐ എം നോട്ട് വർക്കിംഗ് ദെയർ. അത് ഒന്നാമത്തെ എക്സാമ്പിൾ. ഞാൻ വർക്ക് ചെയ്തില്ല. ഞാൻ ഒരു 15 കിലോഗ്രാം വെയിറ്റ് എൻ്റെ തലയിൽ വെച്ച് ഞാനിവിടെ നിൽക്കുകയാണ്. ബട്ട് ഐ എം നോട്ട് വർക്കിംഗ്. ഇനി വേറൊരു കേസ് പറയാം, വർക്ക് ചെയ്യുന്ന ഒരു കേസ് പറയാം. ഞാൻ ഒരു മേശ ഇവിടെ ഇരിക്കുകയാണ്. ആ മേശയിൽ തള്ളി നല്ലതുപോലെ ഞാൻ ഒന്ന് തള്ളി. നമുക്കറിയാം പുഷ് അല്ലെങ്കിൽ പുൾ എന്ന് പറയുന്ന ടേം നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. അങ്ങനെ പുഷ് അല്ലെങ്കിൽ പുള്ള് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? വി ആർ അപ്ലൈയിങ് എ ഫോഴ്സ് എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയും. സോ ഞാനൊരു മേശ അല്ലെങ്കിൽ ഒരു ടേബിളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ആൻഡ് ദ ടേബിൾ മൂവ്സ് ടു എ സർട്ടൈൻ ഡിസ്റ്റൻസ്. ഞാൻ കുറച്ച് ഫോഴ്സ് അപ്ലൈ ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ ടേബിൾ കുറച്ച് മൂവ് ചെയ്തു എന്ന് കരുതുക. ദെൻ ഐ ക്യാൻ സേ ദാറ്റ് ഐ ഡിഡ് വർക്ക്. ഞാൻ വർക്ക് ചെയ്തു എന്ന് എനിക്ക് അവിടെ പറയാൻ കഴിയും. ഇനി ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞു ഞാൻ കുറച്ച് ലഗേജ് ഒരു 15 കിലോഗ്രാം വെയിറ്റ് എടുത്ത് തലയിൽ വെച്ച് നിന്നു എന്ന് ഞാൻ പറഞ്ഞു. അവിടെ പറഞ്ഞ എന്താണ്? ഐ എം നോട്ട് ഡൂയിങ് എനി വർക്ക് എന്നാണ് പറഞ്ഞത്. ഇനി ഇവിടെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാനൊരു 15 കിലോഗ്രാം വെയിറ്റ് ഉയർത്തി എൻ്റെ തലയിൽ വെച്ചു എന്ന് പറയുകയാണ്. ഒരു 15 കിലോഗ്രാം മാസ് ഉയർത്തി എൻ്റെ തലയിൽ വെച്ചു എന്ന് പറഞ്ഞു. There I am doing work അല്ലേ. അതായത് ഒരു 15 കിലോഗ്രാം മുകളിലേക്ക് പൊക്കണമെങ്കിൽ എന്ത് വേണം? വി ഹാവ് ടു അപ്ലൈ സം ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എതിരായിട്ട് ഞാൻ മുകളിലേക്ക് ഉയർത്തണം അല്ലേ. ഏതൊരു ഫോഴ്സിനും, ഇപ്പം എനിക്കാണെങ്കിലും എന്തുണ്ട്, താഴോട്ടൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. വെറുതെ ഒരു ബുക്ക് ഒരു മേശപ്പുറത്ത് ഇരുന്നാലും അതിൽ എന്ത് ഫോഴ്സ് ഉണ്ട്? ദാറ്റ്സ് എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ടിങ് ഡൗൺവേർഡ്. അത് നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഒരു വസ്തു വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ, ഫ്ലോറിൽ ഇരുന്ന് കഴിഞ്ഞാലും there is a force acting downwards, that is gravitational force mg എന്ന് നമുക്ക് പഠിച്ചതാണ്. സോ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എതിരായിട്ടാണ് ഞാൻ ആ മാസ് ലിഫ്റ്റ് ചെയ്ത് എൻ്റെ തലയിൽ വെക്കുന്നത്. സോ ഐ ആം അപ്ലൈയിങ് എ ഫോഴ്സ് ദെയർ. ആൻഡ് ആ ഫോഴ്സിന് അനുസൃതമായിട്ട് എന്ത് വരുന്നുണ്ട്? there is a displacement there അല്ലേ. ഞാനൊരു മാസ് മുകളിലോട്ട് ഉയർത്തി, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് മുകളിലോട്ട് ഉയർത്തി, അതിനനുസരിച്ച് ഒരു ഡിസ്പ്ലേസ്മെന്റ് വന്നു, ഞാൻ എൻ്റെ തലയിൽ വെച്ചു. സോ ഐ ക്യാൻ സേ ദാറ്റ് ഐ ഡിഡ് എ വർക്ക് ദെയർ. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് ടൈമിൽ വർക്ക് ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. ഒരു ലഗേജ് തലയെ വെച്ച്, വെറുതെ ലഗേജ് തലയെ വെച്ചുകൊണ്ട് ഞാൻ വെറുതെ നിൽക്കുകയാണ് എങ്കിൽ ഐ എം നോട്ട് ഡൂയിങ് എനി വർക്ക്. പക്ഷേ ഞാനത് ഉയർത്തി തലയെ വെച്ച് കഴിഞ്ഞാൽ, തലയെ വെക്കുന്ന ആ ഒരു പൊസിഷൻ വരെ ഐ എം ഡൂയിങ് വർക്ക്, നോട്ട് ദാറ്റ് പോയിന്റ്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ ആയിരുന്നു. ഒരു ടേബിൾ ഇവിടെ കിടക്കുകയാണ്. ആൻഡ് ഐ അപ്ലൈ എ ഫോഴ്സ് ഓൺ ദാറ്റ് ആൻഡ് ഇറ്റ് മൂവ്സ്. There I said that I did work there. In a വേറെ എക്സാമ്പിൾ, I am pushing on this wall. ഞാൻ ഈ ഭിത്തിയിൽ തള്ളാൻ പോവുകയാണ്. Did it move? No, ഇത് മൂവ് ചെയ്യില്ല ഇല്ലല്ലോ.
സോ ഐ കുഡിൻ സേ ദാറ്റ് ഐ ഡിഡ് വർക്ക് ദെയർ. ഞാനിവിടെ എത്ര വലിയ ഫോഴ്സ് ഉപയോഗിച്ചാലും ഈ ഭിത്തി മൂവ് ചെയ്യാൻ പോകുന്നില്ല. സോ എനിക്ക് പറയാൻ ഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, അതനുസരിച്ച് ഞാൻ ടയേർഡ് ആവുകയും ചെയ്യും. പക്ഷേ എനിക്ക് പറയാൻ പറ്റില്ല ഐ ഡിഡ് വർക്ക് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സോ ഇവിടെ കോമൺ ആയിട്ട് ലഗേജ് തലയിലെടുത്ത് വെച്ചതാണെങ്കിലും ലഗേജ് ഉയർത്തി തലയെ വെച്ചപ്പോഴും രണ്ടും രണ്ടാണ് ഞാൻ പറഞ്ഞത്. വെറുതെ തലയിൽ വെച്ചുകൊണ്ടിരുന്നാൽ ഐ എം നോട്ട് ഡൂയിങ് ഇൻ വർക്ക്. പക്ഷെ അത് ഉയർത്തി തലയെ വെച്ചു എന്ന് പറഞ്ഞപ്പോൾ ഐ ഡിഡ് എ വർക്ക് ദെയർ. ഇനി വോൾ പുള്ള് ചെയ്തപ്പം ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ വോൾ മൂവ് ചെയ്തില്ല എന്ന് പറഞ്ഞു. അവിടെ ഞാൻ വർക്ക് ചെയ്തില്ല. അറ്റ് ദ സെയിം ടൈം വെൻ ഐ പുഷ് ഓൺ എ ടേബിൾ ഇറ്റ് മൂവ്സ്, ദെയർ ഐ ഡിഡ് എ വർക്ക്. സോ ഇവിടെ എല്ലാം നിങ്ങൾക്ക് കോമൺ ആയിട്ട് രണ്ട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. വിച്ച് ആർ ദ ടു ഫാക്ടേഴ്സ് ദെയർ. ദ ഫസ്റ്റ് വൺ ഈസ് ഫോഴ്സ്. അത് പുഷ് ആകാം പുള്ളാകാം. ഐ എം അപ്ലൈങ് എ ഫോഴ്സ് ദെയർ അല്ലേ, ഞാനൊരു ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഒന്ന്. ദെൻ അവിടെ ഡിസ്പ്ലേസ്മെന്റ് വരുന്നുണ്ട്. രണ്ട് കേസിൽ ഡിസ്പ്ലേസ്മെന്റ് വന്നു, രണ്ട് കേസിൽ ഡിസ്പ്ലേസ്മെന്റ് വന്നിട്ടില്ല. വെറുതെ ഞാൻ ലഗേജ് തലയെ വെച്ച കേസിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെതിരായിട്ട് ഞാൻ മുകളിലേക്ക് വെച്ചിരിക്കുന്ന ഒരു ഫോഴ്സ് അവിടെ ഉണ്ട്, പക്ഷെ അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? നോ. സോ അവിടെ ഞാൻ എന്ത് പറഞ്ഞു? വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞു. അതേസമയം താഴെ നിന്നും ഒരു ലഗേജ് എടുത്ത് എൻ്റെ തലയിൽ വെച്ചപ്പം ഒരു ഫോഴ്സും അപ്ലൈ ചെയ്തു, അറ്റ് ദ സെയിം ടൈം ദർ ഇസ് എ ഡിസ്പ്ലേസ്മെന്റ് ഓൾസോ ദെയർ. സോ ഐ ക്യാൻ സേ ദാറ്റ് ഐ ഡിഡ് എ വർക്ക്. സോ ഇവിടെ രണ്ട് ടേം എല്ലാത്തിലും നമുക്ക് കോമൺ ആയിട്ട് കാണാൻ സാധിക്കും, ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. സോ രണ്ട് കേസിലാണ് നമ്മൾ വർക്ക് ചെയ്തതെന്ന് പറഞ്ഞത്. അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്തതിനനുസരിച്ച് അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി എങ്കിൽ we can say that there's a work there. At the same time ഇതിലേതെങ്കിലും ഒന്ന് സീറോ ആണെങ്കിൽ, ഏതെങ്കിലും ഒന്നെന്ന് പറയേണ്ട കാര്യമില്ല, ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും നമുക്കറിയാം. വെറുതെ ഒരു വസ്തു മൂവ് ചെയ്യില്ല. ചെയ്യുമോ? ഒരിക്കലും ഇല്ല. എന്തെങ്കിലും ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നാച്ചുറൽ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യണം. സോ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് അനുസൃതമായിട്ട് ഒരു ഡിസ്പ്ലേസ്മെന്റ് നടന്നുവെങ്കിൽ മാത്രമേ വി ക്യാൻ സേ ദാറ്റ് there is a work there. സോ വർക്ക് ചെയ്തു എന്ന് പറയണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. The first one is there should be a force applying and there should be a displacement in the direction of force. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് അതേ ഡയറക്ഷനിൽ തന്നെ എന്തുണ്ടായിരിക്കണം? ഡിസ്പ്ലേസ്മെന്റും ഉണ്ടായിരിക്കണം. സോ ഞാനിവിടെ ഭിത്തിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞാൽ there is no displacement there. So I couldn't say that I did any work. But at the same time when I push on a table and it moves, then I can say that I did a work there, because when I apply force in a particular direction, the table moves in that direction. So there is force and displacement there. So I can say that there is a work. So വർക്ക് ചെയ്തു എന്ന് നമ്മൾ പറയണമെങ്കിൽ എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം? നമ്മൾ അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം, ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് there should be a displacement in the direction of force. സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തേ ഉള്ളൂ, ജോലി ചെയ്തു അല്ലെങ്കിൽ വർക്ക് ചെയ്തു എന്ന് പറയണമെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത അനുസരിച്ച് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കണം. രണ്ട് ടേം ഓർത്താൽ മതി. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്ത വർക്ക് എന്തുമാത്രമാണെന്ന് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം, വേണ്ടേ? ഞാനൊരു വർക്ക് ചെയ്തു, അതിനൊരു മാഗ്നിറ്റ്യൂഡ് വേണം. തീർച്ചയായിട്ടും ഉണ്ട്, കാരണം ഫോഴ്സിന് നമുക്കറിയാം ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടെന്ന് അറിയാം. അറ്റ് ദ സെയിം ടൈം ഡിസ്പ്ലേസ്മെന്റിനും ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ വർക്കിന് ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവില്ലേ? കാരണം ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒന്നിച്ച് വന്നു കഴിഞ്ഞാലാണ് നമ്മൾ വർക്ക് ചെയ്തു എന്ന് പറയുന്നത്. സോ വർക്കിന് ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. സോ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദാറ്റ് വർക്ക്? നമുക്ക് എങ്ങനെയാണ് ആ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആണ്. ഫോഴ്സും ആ ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ വെറുതെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ what can be calculated as the product of force and displacement. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ പ്രോഡക്റ്റ് എടുക്കുക അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ we get the work done there. ഓക്കെ, സോ ഇവിടെ നമ്മൾ രണ്ട് കാര്യമേ ഇതുവരെ പഠിച്ചിട്ടുള്ളൂ. എപ്പോഴാണ് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്? സയന്റിഫിക്കലി അല്ലെങ്കിൽ സയൻസ് പരമായി നമുക്ക് എപ്പോഴാണ് വർക്ക് ചെയ്തു എന്ന് പറയുന്നത്? ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ we can say that we did a work there. ആണല്ലോ. ഇനി ആ ചെയ്ത വർക്ക് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആ കിട്ടിയ ഫോഴ്സും അവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് തമ്മിൽ എന്ത് ചെയ്യണം? ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് വർക്ക് എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ പഠിച്ച രണ്ട് കാര്യമാണ്. വർക്ക് ചെയ്തു എന്ന് പറയണമെങ്കിൽ എന്തൊക്കെ വേണം? There should be a force F and there should be a displacement
യെസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് അനുസരിച്ച് അതേ ഡയറക്ഷനിൽ വേണം ഡിസ്പ്ലേസ്മെന്റ്, എങ്കിലാണ് വർക്ക് ചെയ്തു എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ഓക്കെ, ദെൻ സോ വർക്ക് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും പ്രോഡക്റ്റ് ആണ് വർക്ക് എന്ന് പറയുന്നത്. കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ പുതിയൊരു ടേം പഠിച്ചു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് യൂണിറ്റ് പറയുക എന്നുള്ളത് ആണല്ലോ. Then what is the unit of work? You can say easily. എന്താണ് യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, യൂണിറ്റ് കണ്ടുപിടിക്കാൻ പെട്ടെന്ന് കിട്ടിയില്ല എന്ത് ചെയ്താൽ മതി, ആ ടേംസ് എന്ത് ചെയ്യണോ അതിന്റെ ഓരോ യൂണിറ്റ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അതേ ഉള്ളൂ. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണെന്ന് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലും തേർഡ് ചാപ്റ്ററിലും പഠിച്ച കേസാണ്. സോ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഇസ് ന്യൂട്ടൺ ആൻഡ് യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് മീറ്റർ. സോ വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് വർക്ക്? ന്യൂട്ടൺ മീറ്റർ എന്ന് പറയും. ഓക്കെ, യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ. ഇനി അതല്ലാതെ യൂണിറ്റ് ഓഫ് വർക്കിന് വേറൊരു യൂണിറ്റ് ഉണ്ട്, ജൂൾ എന്ന് പറയും. JOULE ഡിനോട്ടഡ് ബൈ J, ക്യാപിറ്റൽ ലെറ്റർ J കൊണ്ട് ഡിനോട്ട് ചെയ്യും. ജൂൾ എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് വർക്കിന്റെ യൂണിറ്റ് പറയുന്നത്. ന്യൂട്ടൺ മീറ്റർ ശരിയായ ആൻസർ ആണ്, പക്ഷെ എന്നിരുന്നാലും നമ്മൾ കോമൺ ആയിട്ട് ഏതാണ് പറയുന്നത്? യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് ജൂൾ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രഷറിന്റെ യൂണിറ്റ് പഠിച്ചതാണ് അല്ലെ. ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് പ്രഷറിന്റെ യൂണിറ്റ് എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ അവിടെ കോമൺലി യൂസ് ചെയ്യുന്ന ഏതാണ്? ഇറ്റ് ഈസ് പാസ്കൽ എന്ന് പറഞ്ഞു, PA കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. പ്രീവിയസ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. അതേപോലെ തന്നെയാണ് വർക്കിന്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ എന്നുള്ളത് ശരിയാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ കോമൺലി അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത്, കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇനി കാണാൻ പോണ ക്വസ്റ്റ്യൻസിലൊക്കെ ആണെങ്കിലും യു ആർ ഫേസിങ് ദി യൂണിറ്റ് ജൂൾ എന്നുള്ളതായിരിക്കും. സോ ദി യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് ജൂൾ ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ J എന്നുള്ളത് ഓർത്തിരിക്കുക. സോ നമ്മൾ പഠിച്ച എന്തൊക്കെയായിരുന്നു? വർക്ക് എന്താണെന്ന് പഠിച്ചു, വർക്ക് കാണുന്ന എങ്ങനെയാണെന്ന് പഠിച്ചു, വർക്കിന്റെ യൂണിറ്റ് പഠിച്ചു. സോ ഒരു ജൂൾ വർക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? നിങ്ങൾക്ക് വരാൻ പോണ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ 1 ജൂൾ എന്ന് പറയുന്നത്. യു നോ ദാറ്റ് ദി യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് ജൂൾ. സോ ഡിഫൈൻ 1 ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? ഒരു ക്വാണ്ടിറ്റി ഒന്നൊന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് കൊച്ചു ക്ലാസ്സിൽ നമുക്കറിയാം, ഒന്നിനെ ഒന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് സിംപിളി ഒന്നെന്ന് പറയുന്നത്. ഫ്രാക്ഷൻസ്, ഡെസിമൽ അതൊക്കെ വിട്, അല്ലാതെ സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഒന്നെന്ന് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ഒന്നിനെ ഒന്നുകൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടുമെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ ഏതൊരു സംഖ്യ ഒന്നുകൊണ്ട് ഗുണിച്ചാൽ ആ സംഖ്യ കിട്ടുമെന്ന് നമുക്കറിയാം അല്ലെ. സോ ഇവിടെ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കണം. ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടുമല്ലോ മിസ്സേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ ഇപ്പൊ നമുക്ക് സിംപിളി അത്രയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. 1 ജൂൾ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ, 1 ജൂൾ ഓഫ് വർക്ക് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വി ഹാവ് ടു ഡു ഇസ് മൾട്ടിപ്ലൈ 1 ന്യൂട്ടൺ ഇൻറ്റു 1 മീറ്റർ. അങ്ങനെ സിംപിളി ചിന്തിച്ചാൽ പോരെ. അതായത് 1 ജൂൾ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്? ഇഫ് ആൻ ഒബ്ജക്ട് സേ എന്താണ്, ഒരു ഒബ്ജക്ട് 1 ജൂൾ ഓഫ് വർക്ക് ചെയ്തു എന്ന് പറയുന്നത്, ഇഫ് there is a force of 1 Newton is applied on that object and there is a displacement of 1 meter. 1 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പം 1 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഉണ്ടായാൽ we can say that there is 1 joule of work there. സിമ്പിൾ അല്ലേ? 1 ന്യൂട്ടൺ വർക്ക്, 1 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പം ഒബ്ജക്റ്റ് മൂവ് ചെയ്തത് 1 മീറ്റർ ആണ് എങ്കിൽ അവിടെ പറയാൻ പറ്റും the work done is 1 joule. So നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ 1 joule എന്ന് പറയുന്നത്. സോ 1 joule എന്താണെന്ന് പറയണമെങ്കിൽ ആദ്യം വർക്ക് എന്താണെന്ന് അറിയണം. വർക്കിന്റെ യൂണിറ്റ് ആണ് ജൂൾ എന്നുള്ളത് മനസ്സിലാക്കണം. വർക്ക് കണ്ടുപിടിക്കുന്നത് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താണെന്ന് മനസ്സിലാക്കണം. then only you can define this അല്ലേ. അതായത് 1 ന്യൂട്ടൺ ഇൻറ്റു 1 മീറ്റർ ആണ് 1 ജൂൾ എന്ന് പറയണമെങ്കിൽ 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. സോ ഡിഫൈൻ 1 ജൂൾ എന്താണെന്ന് മനസ്സിലായല്ലോ. 1 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പം 1 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഉണ്ടായതെങ്കിൽ we can say that 1 joule work is there. ഓക്കെ, നൗ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം ഇതാണ്. നമ്മൾ എപ്പോഴും ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി നമ്മൾ പറഞ്ഞു, ആൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് നമ്മൾ എടുത്തു പറഞ്ഞു. അറ്റ് ദ സെയിം ടൈം നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിന് എതിരായിട്ടും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവാം അല്ലേ, അല്ലെങ്കിൽ ഒരു ഫോഴ്സിന് എതിരായിട്ടും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ടേബിള് പുഷ് ചെയ്യുകയാണ്, ടേബിൾ പുഷ് ചെയ്തു, ഞാൻ പുഷ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ ടേബിൾ മൂവ് ചെയ്യും. സോ ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിലാണ് എന്ത് മൂവ് ചെയ്തിരിക്കുന്നത്? ടേബിൾ മൂവ് ചെയ്തിരിക്കുന്നത്. സോ
അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് ഉള്ളതെങ്കിൽ വി സെഡ് ദാറ്റ് വർക്ക് ആസ് പോസിറ്റീവ് വർക്ക്. ഫോഴ്സും ഉണ്ട് ഡിസ്പ്ലേസ്മെന്റും ഉണ്ട് എങ്കിൽ അവിടെ വർക്കുണ്ട്. ആ വർക്കിനെ നമ്മൾ എന്ത് പറയും? പോസിറ്റീവ് വർക്ക് എന്ന് പറയും. അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായാൽ വി ക്യാൻ സേ ദാറ്റ് ദേർസ് എ പോസിറ്റീവ് വർക്ക് ദേർ. ഒരു പോസിറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ പാരലായിട്ട് അവിടെ എന്തുണ്ടായിരിക്കും? ദെർ ഷുഡ് ബി നെഗറ്റീവ് വർക്ക് അല്ലേ? അപ്പൊ എന്തായിരിക്കും നെഗറ്റീവ് വർക്ക്? നിങ്ങൾക്ക് സിംപിളി ആലോചിച്ചാൽ കിട്ടും. ഫോഴ്സിന് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിൽ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായ പോസിറ്റീവ് വർക്കാണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് എതിരാണ് ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന് എതിരാണ് ഫോഴ്സ് എങ്കിൽ അവിടെ എന്ത് പറയാൻ പറ്റും? ദെർസ് എ നെഗറ്റീവ് വർക്ക് എന്ന് പറയാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയാം നെഗറ്റീവ് വർക്കിന്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പല തരത്തിലുള്ള നെഗറ്റീവ് വർക്ക് ഉണ്ടായിരുന്നു. ഞാൻ ലഗേജ് മുകളിലേക്ക് ഉയർത്തുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് മുകളിലേക്ക് ഉയർത്തണേ എനിക്കൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഇറ്റ് ഈസ് ദയർ. അതല്ലാതെ ഒരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നി. എന്ത് ഫോഴ്സ് ആയിരുന്നു? ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സോ ഇറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ് ആൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഓപ്പോസിറ്റ് അല്ലേ? സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എതിരായിട്ട് ഞാൻ ഒരു ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ വരികയാണെങ്കിൽ അത് എന്ത് വർക്കായിരിക്കും? ഇറ്റ് ഈസ് നെഗറ്റീവ് വർക്ക്. പറഞ്ഞാൽ മനസ്സിലായോ? അവിടെ ഫോഴ്സ് താഴോട്ടാണ്, പക്ഷെ നമ്മുടെ മാസിന്റെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് മുകളിലോട്ടാണ്. മുകളിലേക്ക് ഉയർത്താൻ ഞാൻ മുകളിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഇറ്റ് ഈസ് ദയർ. എന്നാൽ കൂടി അവിടെ ഒരു ഫോഴ്സ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് നെഗറ്റീവ് വർക്ക് എന്ന് പറയും. സോ അവിടെ അപ്പോൾ എന്ത് വരും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് സൈൻ വരും. ഒന്നുകിൽ ഫോഴ്സിന് ആ നെഗറ്റീവ് സൈൻ കൊടുക്കുക, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന് നെഗറ്റീവ് സൈൻ കൊടുക്കുക. ഏതെങ്കിലും ഒന്നിനെ കൊടുക്കത്തുള്ളൂ. സോ ദാറ്റ് വർക്ക് ഈസ് നെഗറ്റീവ് വർക്ക്. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് എറിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദാറ്റ് വർക്ക് ഈസ് നെഗറ്റീവ് വർക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം നെഗറ്റീവ് വർക്കുമായി പോസിറ്റീവ് വർക്കുമായി അങ്ങനെയാണെങ്കിൽ അവിടെ വേറെ എന്തോടെ കാണും? ഒരു സീറോ വർക്ക് കൂടെ കാണും. വർക്ക് ചെയ്യാത്തൊരു കണ്ടീഷനും കാണും. അത് സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതിനു മുൻപ് നെഗറ്റീവ് വർക്കിന് മറ്റൊരു എക്സാമ്പിൾ കൂടെ ഉണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ് നിങ്ങൾക്ക് എന്താണെന്നറിയാം. നമ്മളൊരു വസ്തുവിനെ ഒരു സർഫസിലൂടെ നീക്കുമ്പോൾ ആ സർഫസ് ആ ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ബോൾ ഫ്ലോറിൽ കൂടി ഉരുട്ടി വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബോൾ നിന്നു. എങ്ങനെയാണ് നിന്നത്? നമ്മളവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്തില്ലെങ്കിൽ, നമ്മൾ ഒന്നും ചെയ്യണ്ട, നമ്മൾ എക്സ്റ്റേണലി ഒന്നും ചെയ്തില്ലെങ്കിലും ആ ബോൾ കുറച്ച് ദൂരം പോയതിന് ശേഷം നിൽക്കുമെന്ന് നമുക്കറിയാം. കാരണം ആ ഫ്ലോറ് ബോളിന്റെ മൂവ്മെന്റിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. റഫ്നെസ് കൂടിക്കഴിഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടും അല്ലേ? അതൊക്കെ എനിക്ക് തോന്നുന്നു കൊച്ചു ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണെന്നൊക്കെ ഉള്ളത്. സോ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് വന്നാൽ നമ്മൾ നെഗറ്റീവ് വർക്ക് എന്ന് പറയും. ഇനി അടുത്ത സീറോ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായില്ലെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് സീറോ വർക്ക്. സീറോ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വർക്ക് ഉണ്ടോ? നമ്മളിപ്പോൾ ആദ്യം വർക്ക് ചെയ്തില്ല എന്ന് കുറേ സിറ്റുവേഷൻസ് പറഞ്ഞു. ആ സിറ്റുവേഷൻ എല്ലാം എന്താണ്? സീറോ വർക്കിന് എക്സാമ്പിൾ ആണ്. ബെസ്റ്റ് എക്സാമ്പിൾ, ഞാൻ ബോളിനെ പുഷ് ചെയ്യുന്നുണ്ട്, പക്ഷെ ബോൾ മൂവ് ചെയ്യുന്നില്ല. സോ അവിടെ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആണ്. സോ ദ വർക്ക് ഈസ് സീറോ. അത് സിമ്പിളാണ് അല്ലേ? സോ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? വർക്ക് എന്താണെന്ന് പഠിച്ചു. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഉണ്ടെങ്കിൽ we can say that there's a work there, and the work can be calculated as the product of force and displacement. The next one is the unit of work, that is Newton meter അല്ലെങ്കിൽ commonly നമ്മൾ പറഞ്ഞ ഇതാണ് ജൂൾ, ക്യാപിറ്റൽ ലെറ്റർ J. Now 1 joule നമ്മൾ ഡിഫൈൻ ചെയ്തു. 1 Newton into 1 meter വരുമ്പോഴാണ് 1 joule എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് വർക്ക്, that is പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് സീറോ വർക്ക്, 3 ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഇനി ഇതുമായി ബന്ധപ്പെട്ട വളരെ ചെറിയൊരു 2 പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രോബ്ലം ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾ അല്ല, ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ഇൻ യുവർ പേജ് നമ്പർ 148 ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഒരു 7 ന്യൂട്ടൺ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യാണ്, ആൻഡ് ദർ ഇസ് എ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് 8 മീറ്റർ, ആൻഡ് യു ഹാവ് ടു കാൽക്കുലേറ്റ് the work done. Simple question ആണ് അല്ലേ? There's a work, what is the work done when an object applies when a force of 7 Newton is applied on an object and it displaces for 8 meter? What is the work done? അതാണ് question. Simple question ആണ്. So simply പറയാം, നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഫോഴ്സ് തന്നിട്ടുണ്ട്, it is 7 Newton, and the second one is എന്തായിരുന്നു? സെക്കൻഡ് വൺ എന്താ തന്നിരിക്കുന്നത്? The displacement അല്ലേ? Displacement 8 meter തന്നിട്ടുണ്ട്. So the work done is
7 into 8. So work F into S. ഇതിപ്പോൾ ഞാൻ സിംപ്ലി ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾ നമ്മുടെ ടേംസ് അനുസരിച്ച് തന്നെ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച രീതിയിൽ തന്നെ പ്രോബ്ലംസ് ചെയ്യാവുള്ളൂ. Given that the force F is equal to 7 Newton and displacement S is equal to 8 meter. Now എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വർക്ക് ഈസ് ഈക്വൽ ടു എ ക്വസ്റ്റ്യൻ മാർക്ക്. Now work we have, work is equal to force into displacement. Then substitute this. പിന്നെ ഇത്ര സ്റ്റെപ്പ് എഴുതിയാൽ മതി. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു പ്രോബ്ലം അറ്റൻഡ് ചെയ്യുമ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ശകലം മാർക്ക് തെറ്റി അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രോബ്ലം ഫൈനലി തെറ്റിയെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഒരു ഹാഫ് മാർക്കും അല്ലേ ചിലപ്പോൾ ഫൈനൽ ആൻസറിന് കുറയ്ക്കത്തുള്ളൂ. അതല്ല ഇൻ കേസ് നിങ്ങൾ ചിലപ്പോൾ ഈ തന്നിരിക്കുന്നതല്ലേ എടുത്തെഴുതി അത്രയെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിലും ചിലപ്പോൾ ഒരു ഹാഫ് മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഒരു ഹാഫ് മാർക്ക് വെറുതെ കളയേണ്ട കാര്യമില്ല. സോ തന്നിരിക്കുന്ന എന്തൊക്കെയാണെന്നെങ്കിലും ഒന്ന് എടുത്ത് എഴുതി എന്താ കണ്ടുപിടിക്കേണ്ടത്, അതല്ലെങ്കിൽ അതിൽ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാന്നുള്ളതെങ്കിലും എഴുതി വെക്കാൻ ശ്രമിക്കുക പ്രോബ്ലം ചെയ്യുമ്പോൾ. ഇത് പ്രാക്ടീസ് ചെയ്ത് തന്നെ പോവുക. ഓക്കെ, സോ ദ ആൻസർ ഈസ് 56 ന്യൂട്ടൺ മീറ്റർ എന്ന് എഴുതാം. പക്ഷെ ഞാൻ പറഞ്ഞു നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ജൂൾ ആണ്. സോ ഐ റൈറ്റ് ജൂൾ. ഓക്കെ, സോ ദ വർക്ക് ഹിയർ ഈസ് 56 ജൂൾ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ഇൻ യുവർ പേജ് നമ്പർ 148 itself and the example is 11.2 ആണ്. കാരണം 11.1 എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ചെയ്യുന്നതാണ്. ഫോഴ്സും തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റും തന്നിട്ടുണ്ട്. യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ വർക്ക്. അത് സിംപ്ലി ഇനി ഞാൻ പെട്ടെന്ന് എടുത്ത് ചെയ്യേണ്ടല്ലോ എന്നൊക്കെ എടുക്കാനാണ്. 11.1 ആണത്. നിങ്ങളൊന്ന് നോക്കിയേക്കണം. അത് അതിനകത്ത് തന്നെ വർക്കൗട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഇത് 11.2 ആണ്. 11.2 ക്വസ്റ്റ്യൻ ഇതാണ്. A porter lift a luggage of 15 kilogram from the ground and put it on his head 1.5 meter above from the ground. Calculate the work done. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. A porter lift a luggage of 15 kilogram from the ground and put it on his head 1.5 meter above the ground. Calculate the work. നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. ഒരു പോർട്ടർ ആരാന്നറിയാലോ? ഒരു പോർട്ടർ ഒരു 15 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു ലഗേജ് എടുത്ത് അയാളുടെ തലയിൽ വെച്ചു. ഓക്കെ, ഒരു 15 കിലോഗ്രാം വെയിറ്റ് എടുത്ത് തലയിൽ വെച്ചു. ആ തലയും അല്ലെങ്കിൽ ആ ഹെഡും ആ ഗ്രൗണ്ടും തമ്മിൽ ദൂരമാണ് അവിടെ തന്നിരിക്കുന്നത് 1.5 മീറ്റർ. സോ അവിടെ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യണം. അത് 1.5 മീറ്റർ എന്നാണ് പറയാം നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഗ്രൗണ്ടിൽ നിന്നും ഉയർത്തിയത് വരെ, ലിഫ്റ്റ് ചെയ്തത് വരെയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഹെഡ് വരെയുള്ളതാണ് 1.5 മീറ്റർ. So displacement 1.5 meter there, and the mass of the luggage is given that 15 kilogram. You have to calculate the work done. So എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് നിങ്ങൾ ഇപ്പോൾ പെട്ടെന്നൊന്ന് ചിന്തിച്ചേ. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? മാസ് 15 കിലോഗ്രാം തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് തന്നിരിക്കുന്നത്? യെസ്, 1.5 മീറ്റർ തന്നിട്ടുണ്ട്. നമുക്കറിയാം വർക്ക് കണ്ടുപിടിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് വർക്ക് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് 1.5 is there, but we don't have force. പക്ഷെ അവിടെ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഫോഴ്സ് F is equal to ma. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം F is equal to ma എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ എന്ന് അപ്പോഴും ഞാൻ പറഞ്ഞതാണ്. അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ചാപ്റ്റർ പഠിക്കുന്നത് മറ്റു ചാപ്റ്ററുകളുമായിട്ട് ഇച്ചിരിയൊക്കെ അകത്തോട്ട് വരുന്നുണ്ടെന്ന് ആലോചിച്ചാണ്. കാരണം വർക്ക് എനർജി പവർ പഠിക്കണമെങ്കിൽ ന്യൂട്ടന്റെ ചാപ്റ്റർ പഠിക്കാതെ ഈ ചാപ്റ്ററിലോട്ട് നേരിട്ട് വന്നിട്ട് കാര്യമില്ല. കാരണം ഫോഴ്സ് എന്താണെന്ന് അറിയാതെ ഈ ചാപ്റ്ററിലോട്ട് വന്നിട്ട് യാതൊരു കാര്യവുമില്ല. സോ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഫോഴ്സ് എന്ന് പറയുന്നത് F is equal to ma ആണ്. നമ്മൾ ആ ചാപ്റ്ററിൽ ഗ്രാവിറ്റേഷന്റെ ചാപ്റ്ററിൽ വേറൊരു കാര്യം പഠിച്ചിരുന്നു. A എന്ന് പറഞ്ഞ ആക്സിലറേഷൻ മുകളിലേക്ക് ഉയർത്തുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തായിട്ട് എടുക്കണം? നമ്മൾ G ആയിട്ട് എടുക്കണമെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം G. സോ അവിടെ ആക്സലറേഷൻ എന്ന് പറയുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ആയിട്ട് എടുക്കണം. ഓക്കെ, ഇറ്റ് ഈസ് mg. സോ നമുക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് F is equal to ma ക്ക് പകരം F is equal to mg എന്ന് എഴുതാം. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ പ്രീവിയസ് ചാപ്റ്ററിൽ ഗ്രാവിറ്റേഷന്റെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. സോ ഇപ്പം നമുക്ക് m അറിയാം, G ഗ്രാവിറ്റേഷൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നിങ്ങൾക്കറിയാം. ഇറ്റ് ഈസ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അത് പഠിച്ചിരിക്കുന്ന കോൺസ്റ്റന്റ് ആണ്. ദെൻ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് സിംപ്ലി കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? സോ ഇറ്റ് ഈസ് ഗിവൻ ദാറ്റ് m is equal to 15 kilogram, s is equal to 1.5 meter, and you have to calculate the work. F into s ആണ്. F എന്ന് പറയുന്നത് mg ആണ്. ഇവിടെ into s എന്ന് ഞാൻ എഴുതി.
ദെൻ നിങ്ങൾക്ക് ഇത് സ്റ്റെപ്പ് ഒറ്റയടിക്ക് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം എഫ് കണ്ടുപിടിച്ചതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്താൽ മതിയേ. ദെൻ എഫ് എന്ന് പറയുന്ന എഫ് കണ്ടുപിടിക്കാൻ 15 × 10 ചെയ്തിരിക്കുന്നത്. 9.8നെ റൗണ്ട് ചെയ്ത് 10 എന്ന് എഴുതിയെന്നേ ഉള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 1.5 കിടപ്പുണ്ട്. നമ്മൾ ഡെസിമൽ പോയിന്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഭയങ്കര പാടായിരിക്കും അല്ലേ? ഭയങ്കര പാടൊന്നുമില്ല, എന്നാലും നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ളൂ. ഇപ്പം 9.8-ഉം 10-ഉം തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. ചില പ്രോബ്ലംസിനെ ഇതിന് ആപ്ലിക്കബിൾ ആവുള്ളൂ കേട്ടോ. എല്ലാത്തിലും കയറി 10 ഇടരുത്. ചിലടത്ത് 9.8 ഇട്ടാലേ കൃത്യ ആൻസർ ഡെസിബൽ പോയിന്റ് ഇല്ലാതെയും കിട്ടുള്ളൂ. അത് നിങ്ങൾ യുക്തിപൂർവ്വം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഗിവൺ പാറ്റേൺ തന്നിരിക്കും ഇതിനകത്ത്. സോ ഇവിടെ 15 × 10 × 1.5 ആണ് ഞാൻ എടുത്തത്. ആൻഡ് ദ ആൻസർ ഈസ് 15 × 10 × 1.5 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 15 കിട്ടും. സോ 15 × 15, 15 × 15 എന്ന് പറഞ്ഞാൽ 225 ജൂളാണ്. സോ ദ ആൻസർ ഈസ് 225 ജൂൾ. സോ ദ യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് ജൂളാണ്. ഓക്കെ, സോ നമ്മൾ 2 പ്രോബ്ലംസും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു 4 ക്വസ്റ്റ്യൻസോളം ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് 149-ൽ കിടപ്പുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്ത് ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ് വർക്ക് എനർജി പവറിലെ. വർക്ക് എന്ന ടേം മാത്രമേ നമ്മളിവിടെ പഠിച്ചിട്ടുള്ളൂ. അതായത് വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫോഴ്സിനനുസരിച്ച് അതേ ഡയറക്ഷനിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് വർക്ക്. There's a work there and it is calculated as product of force and displacement. Unit is Newton meter or joule, and there are 3 types of work, that is positive, negative and zero work. Positive work എന്ന് വെച്ചാൽ ഫോഴ്സിന് അപ്ലൈ ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ we can say that it is positive work. If the force and displacement are in the opposite direction, then we can say that it is negative work. 2 examples are gravitational force and frictional force. സിറ്റുവേഷനോട് എഴുതണം. വെറുതെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് എഴുതിയാൽ തെറ്റായി പോകും. താഴേക്ക് വീഴുന്ന ഒരു വസ്തുവിന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനാണ്, പക്ഷെ മേലോട്ടാണെന്ന് പറയണം. ഓക്കെ, സോ അവിടെ ഇൻസിഡന്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യം എടുത്ത് പറയണേ. ദെൻ സീറോ വർക്ക് എന്തായിരുന്നു? ഇഫ് ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെന്റ് അക്കോർഡിംഗ് ടു എ ഫോഴ്സ്, ദെൻ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് സീറോ വർക്ക്. ദെൻ നമ്മൾ 2 പ്രോബ്ലംസും ചെയ്തു. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് 149-ലെ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയുള്ളൂ. അതിലൊരു ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്. അത് ഇതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ, സോ വി ക്യാൻ സീ ഇറ്റ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.